ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. വെൽക്കം ബാക്ക് ടു NP പ്രവസ്തീസ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെ ഒരു ഇനോഗ്രേഷനാണ്. ഇനോഗ്രേഷൻ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, നമ്മുടെ പേസ്റ്റൽ കളർ ബ്രഷ് പെൻ്റെയും പിന്നെ നമ്മുടെ ഓർഗനൈസറിൻ്റെ അവിടുത്തെ എന്തെങ്കിലും സാധനം എടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അങ്ങനത്തെ ഒരു ഇനോഗ്രേഷനാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ആ ഒരു സമയത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. നിങ്ങളും കാത്തിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇടാമെന്ന്, പക്ഷെ എപ്പോൾ ഇടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നിങ്ങാനൊന്ന് സമയം കിട്ടിയില്ലെങ്കിൽ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ഇതാണ് നമ്മുടെ പേസ്റ്റൽ കളർ ബ്രഷ് പെൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. അപ്പം എൻ്റെ ലാസ്റ്റായിട്ട് എനിക്കിട്ട് ഞാൻ ഒരു കാര്യം പറയുവേ. അപ്പം എനിക്ക് അങ്ങനത്തെ സ്റ്റാൻഡൊന്നുമില്ല കേട്ടോ, ഫോൺ സ്റ്റാൻഡൊന്നുമില്ല. ഞാൻ ഒരു സാധനം ഇങ്ങനെ വെക്കും, അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഒറ്റ കൈ കൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി നേരെ തന്നെ തുറക്കാം. അപ്പോൾ ഇത് ഇത്രയും കളേഴ്സാണ് കേട്ടോ, 14 ഷെയ്ഡ്സ് വരുന്നതാണ്. എൻ്റെ പുറത്തു നിന്ന് തന്നെ കാണാൻ ഭയങ്കര രസമാണ്. അതെന്ന് വെച്ചാൽ ആ പെൻസിലിൻ്റെ ബ്രഷ് പെന്നിൻ്റെ ആ സാധനവും പിന്നെ ഈ സ്കെച്ച് പെന്നും കാണാൻ ഭയങ്കര രസമാണ്. അപ്പം നമുക്കിനി നേരത്തെ ഓർഗനൈസറിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ ഓർഗനൈസർ. താങ്ക് യു സോ മച്ച്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റ് ഇത് തന്നെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ഒരു ഓർഗനൈസർ വേണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് മേടിക്കാൻ പറ്റിയില്ല. പക്ഷേ അങ്ങനെ ഓർത്തപ്പോൾ തന്നെ തന്നല്ലോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്കിനി നേരെ തന്നെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇതാണ് കേട്ടോ, കുറേ ലുക്കേ മാറി കേട്ടോ. അവിടെ വെച്ചാൽ കുറച്ചുകൂടി ലുക്ക് വരും, ഭയങ്കര ലുക്ക് വന്നു. ലുക്ക് മാറിയെന്ന് വെച്ചാൽ ഭയങ്കര മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പേഴ്സണൽ നോട്ട്ബുക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ അതിനകത്ത് പേജ് കുറവായിരുന്നു കേട്ടോ. പേജ് തീരായപ്പോൾ ഞാൻ പിന്നെ ജേർണൽ ബുക്ക് എടുത്തു. അപ്പോൾ ജേർണൽ ബുക്ക് തുറക്കുകയാണ്. അപ്പോൾ നമുക്കിനി അതിലാണ് നമ്മുടെ അകത്ത് സ്കെച്ച് പെൻ ചെയ്യാൻ പോകുന്നത്. ബ്രഷ് പെൻ, സ്കെച്ച് പെൻ എന്ന് എനിക്ക് എപ്പോഴും വന്നത്. നമുക്കിനി ഓരോ കളേഴ്സായിട്ട് എടുക്കാം. ആദ്യത്തെ തന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ആദ്യത്തെ കളർ എന്ന് പറയുന്നത് പേർപ്പിളാണ്, ഡാർക്ക് പേർപ്പിളാണ് കേട്ടോ അവിടെ ഉള്ളത്. നമുക്കിനി നേരെ തന്നെ തുറക്കാം. ഈ തുറക്കാനും അവിടെ നിന്ന് എടുക്കാനാണ് കേട്ടോ കുറച്ച് സമയമാകുന്നത്. ഗായ്സ്, ഓ മൈ ഗോഡ്, ഐ am in reality. അതിൻ്റെ തീമ ഞാൻ റിയാലിറ്റി ആണോ കാണുന്നത്? ഇത്രയും ലൈറ്റ് ആണെങ്കിൽ പിന്നെ നമുക്ക് ലൈറ്റ് കളറായിട്ടുള്ള പേർപ്പിൾ എങ്ങനെ ഉണ്ടാവും ഗൈസ്? നിങ്ങൾ തന്നെ ഒന്നും പറ, ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പം ഇതിൻ്റെ ലൈറ്റർ ഷെയ്ഡാണ് ഞാൻ ഇപ്പം അടിക്കുന്നത്. ഓ മൈ ഗോഡ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഗൈസ്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ആദ്യ കളർ അടിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. ഒരു പേർപ്പിളിഷ് കളറായിരുന്നില്ല, അതിപ്പോൾ പിങ്കായി മാറി. കൊപ്പില്ല. ഓക്കെ, അത് ബ്ലൂ, അങ്ങനെ ഓരോ കളേഴ്സായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുവേ. അപ്പോൾ നമുക്കിനി ഓരോ കളേഴ്സായിട്ട് അടിക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫാൻ ഇട്ടതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സൗണ്ട് വരണമെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല അങ്ങനത്തെ ഒരു സൗണ്ട് വരണമെന്ന് തോന്നുന്നു. നമുക്കിനി ഓരോ കളറായിട്ട് അടിക്കുക. ഇതൊരു ലൈം ഗ്രീൻ ആയിരുന്നു, പിന്നീടാണ് ഗൈസ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ അടിച്ചു. ഞാൻ ഒരെണ്ണം വിട്ടടിച്ചപ്പോൾ അങ്ങനെ ആയതാണ്. നമുക്ക് യെല്ലോ ഒരു സാധനത്തിലാണ് വെച്ചിരിക്കുകയാണെന്ന് നിങ്ങൾക്കിപ്പം കണ്ടാൽ മനസ്സിലാവും. എൻ്റെ മറ്റൊരു പിഗ്ഗി ബാങ്ക് ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ യൂസ് ചെയ്യുന്ന ആ ഒരു സംഭവത്തിലാണ് ഗൈസ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് ഓറഞ്ച് ആണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല, ബ്രൗൺ ഓറഞ്ച് എന്തോ ആണ്. അടുത്തൊരു ക്രീമായിട്ടുള്ളൊരു കളറാണ്. എന്തോ ഇത് കണ്ടാൽ പുറത്തുനിന്ന് കണ്ട ഭയങ്കര അങ്ങനത്തെ ലൈറ്റ് കളറായിരിക്കും കേട്ടോ കാണാൻ പറ്റുക. പുറത്തുനിന്ന് ഭയങ്കര ഡാർക്കും പിന്നെ അതിൽ അടിച്ച് കഴിയുമ്പോൾ ഭയങ്കര ലൈറ്റും, അങ്ങനത്തെ ഒരു രീതിയിലാണ്. ഓക്കെ, ഇനി നമുക്ക് പിങ്ക് അടിക്കാം. സൂപ്പർ സോഫ്റ്റാണ് ഗൈസ്, സത്യമാണ്, സൂപ്പർ സോഫ്റ്റാണ്. ഓക്കെ, ഇത് അടുത്തൊരു ഗ്രീനാണ്. പല വെറൈറ്റീസ് ആയിട്ടുള്ള കളേഴ്സൊക്കെ ഉണ്ട് ഗൈസ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ഇതാണ് നമ്മളുടെ 2 സ്പെഷ്യലായിട്ടുള്ള കളേഴ്സ്. അപ്പം നമുക്ക് ആദ്യം സിൽവർ അടിക്കാം. സിൽവർ ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ് കേട്ടോ അടിക്കാനായിട്ട്. കണ്ട മോനെ സാറ്റിസ്ഫൈങ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് വൈറ്റ് അടിക്കാം. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്, കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു അത്ഭുതം കാണിച്ചു തരാം. കണ്ട വാനിഷാന്ന് കണ്ട. അപ്പം നമുക്കിനി കണ്ടോ, ഇവിടെ ഞാൻ
വൈറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും കളേഴ്സാണ് ഞാൻ അവിടെ അടിച്ചത്. ഇവിടെ ഞാൻ വൈറ്റ് അടിച്ചപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, പക്ഷെ അവിടെ കാണാൻ പറ്റുന്നില്ല, അത് വാനിഷായി. പക്ഷെ കൈ വെച്ച് കഴിഞ്ഞാൽ കയ്യിലാകും, അതുകൊണ്ട് ഞാൻ കൈയൊന്നും വെച്ചില്ല. ഇടയ്ക്ക് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് എല്ലാ വീഡിയോയിലും ഞാൻ പോലെ ക്യാമറ താഴെയുടെ ഇല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടത്തില്ല. ഇത് അപ്പുറത്ത് ആകത്തില്ല കേട്ടോ, അപ്പുറത്തെ പേജിലാകത്തില്ല. അപ്പോൾ അതെ, നമുക്ക് അടുത്തത് ഓർഗനൈസർ ഒന്ന് ഉദ്ഘാടനം ചെയ്യാം, പക്ഷേ ഇനോഗ്രേഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് നമുക്കൊരു കളർ എടുത്തു. ആദ്യം തന്നെ നമ്മൾ തുടങ്ങിയത് നമ്മുടെ പിങ്കിൽ തന്നെയാണ്. അപ്പം ഞാൻ ആദ്യം യെല്ലോ എടുക്കാമെന്ന് വിചാരിച്ചു, പിന്നെ യെല്ലോ ഞാൻ കണ്ടില്ല. ആദ്യം മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ കണ്ടില്ല. എങ്ങനെ ഞാൻ വിചാരിച്ചില്ല, ഞാൻ കണ്ട കളർ എടുക്കാമെന്ന് പിന്നെയാണ് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ 3 ടുലിപ്പ് വരച്ചു. ഇനി എന്തെടുക്കും കണ്ട ഗൈസ്. അതിന് ഞാൻ ഗ്ലൂ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിന് താഴെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ, എന്തോ അത് മാറ്റാം. ഓക്കെ, അപ്പോൾ സ്പോർട്സ് ഡേ ആണ് ഗൈസ്, ഫ്രൈഡേ ഞങ്ങൾക്ക്. പിന്നെ ഞാൻ സ്പോർട്സ് ഡേ ഇന്നാണ് വെക്കാമെന്ന് പറയുന്നത്. ഇന്നും മഴ ആയതുകൊണ്ട് വെച്ചില്ല, പക്ഷെ ഇവിടെ മഴയൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, അത് കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതേപോലെ ഞാൻ ഫെവിക്വിക്ക് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് നോക്കിയതാണ്. കുട്ടികളായ ഫെവിക്വിക്ക് എടുക്കരുത്, കയ്യിലിടരുത്, ഒന്നും ചെയ്യരുത്. ഫെവിക്വിക്ക് എടുക്കാൻ പാടില്ല. ഞാൻ വെറുതെ എടുത്തതാണ്, എടുക്കരുത്. വെറുതെ ആണെങ്കിലും എടുക്കരുത്. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം എന്തുവാണ് അതേ, എനിക്ക് നേരത്തെ തന്ന ആ ചേച്ചി തന്നെ തന്ന ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഇതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ആ സ്പീക്കർ അങ്ങനെ വർക്കാകുന്നില്ല. എത്ര ഓണാക്കിയിട്ടും ചാർജ് ആക്കിയിട്ടും അങ്ങനെ വർക്കാകുന്നില്ല. അപ്പോൾ ഞാൻ ഉണങ്ങി നോക്കിയതാണ്, പക്ഷെ ഉണങ്ങിയില്ല. ഓക്കെ, നമുക്കിനി വാഷ് ടേപ്പ് അകത്ത് വെക്കാം. അങ്ങോട്ടേ കയറുന്നില്ല ഗൈസ്. ഓക്കെ, നമുക്കിനകത്ത് വെക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രം ANP Pravasthi's channel 1 2 3. ബൈ. ഓക്കെ, ബൈ.